അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ. അവരുടെയും കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ചില ഹോൾ ടിക്കറ്റ് ആകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം, വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം. വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കടകമ്പോളങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. ഇത് നിങ്ങൾ കടന്നു പോകുന്ന
വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവര് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അത് തന്നെയാണ് ഈ 1 യോഹന്നാൻ 2:5 പറയണത്. എന്താ പറയണത്? അതായത് അവൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കണത്? ഉടമ്പടിയിലൂടെ ജീവിതം പുനഃക്രമീകരിച്ചു കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കും. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം എന്താ? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയണം നിങ്ങൾ ഡെപ്റ്റ് മാറാനാണ്, അല്ലെങ്കിൽ ജോലി കിട്ടാനാണെന്ന് കരുതി പറയരുത്. മനുഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ധരിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ ദൈവത്തോട് പറയണത് എന്തിനാണെന്ന് അറിയുന്നത്. എന്നിൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് യോഹന്നാൻ 2:5 അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കണത്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ നിങ്ങൾ ഓരോ ദൈവ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ പ്രകാരമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്താണ്? അവസാനം ഓൾ റോഡ്സ് ടു റോം എന്ന് പറഞ്ഞ പോലെ എല്ലാ റോഡുകളും റോമിലേക്ക്. എല്ലാ ഉടമ്പടിയുടെ എല്ലാ അനുസാരികളുടെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുക. ക്രൈസ്തലാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സൈദ. ഞാൻ കിള്ളിപ്പാല ഇടവകയിൽ നിന്നാണ് വരുന്നത്, തിരുവനന്തപുരം കോലിക്കോട് നിന്ന്. ഞാൻ 2024 സെപ്റ്റംബർ 18 നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ ഓൺലൈനായിട്ട് ജൂലൈ 18, 2024 ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസം ആകുമ്പോൾ തന്നെ 11 വർഷമായിട്ട് അടയ്ക്കാൻ കഴിയാത്ത ഒരു ലോണിന് അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും അതിന് 2.5 ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മകന് അഡിനോയിഡ് ഇൻഫെക്ഷൻ കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസം കിട്ടാതെയും വായിൽ നിന്ന് പത വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോൾ തന്നെ അവന് വളരെയധികം മാറ്റം സംഭവിക്കുകയും ഞാനിവിടെ അച്ഛനെ കൊണ്ട് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ ഡോക്ടറെ കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചൊരു നിയോഗമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 3 മാസം ആകുമ്പോൾ തന്നെ ഒരു കോള് വരികയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കോള് വരികയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് താൽക്കാലികമായിട്ടൊരു ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അവിടെ 7 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറയാനും സാധിച്ചു.
എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ലഭിച്ചത്. അതുപോലെ എനിക്ക് മകനൊരു 10 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അവനെ ആക്കാനായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. എനിക്ക് അമ്മയും അച്ഛനൊന്നുമില്ല. അപ്പം ഡേ കെയർ വീടിൻ്റെ അടുത്തുള്ള ഡേ കെയറിൽ 1.5 വയസ്സായാലും കുട്ടിയെ എടുക്കുള്ളായിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഒരു വലിയ സഹായത്തോടു കൂടി തന്നെ ഒരാളെ ഒരുക്കി തരികയും മോനെ എടുക്കുകയും അവൻ ഒരു അത്രയും നാൾ എൻ്റെ അടുത്ത് മാത്രം നിന്ന കുട്ടിയാണ്. പക്ഷേ ഒരു കരച്ചിലും ബഹളവും ഇല്ലാതെ എല്ലാ ദിവസവും അവൻ പോവുകയും ചെയ്തു. ഈ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 എൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം വീട് വേണമെങ്കിൽ വിറ്റ് വേണമെങ്കിൽ കടമൊക്കെ ഒതുക്കായിരുന്നു. പക്ഷേ എനിക്ക് വീട് അത്യാവശ്യമായിരുന്നു. എനിക്ക് വീട് വേണ്ട ഒരു സാഹചര്യമാണ്. എനിക്ക് അവിടെ വരേണ്ട ഒരു അവസ്ഥയും വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ കോളുകളും ഈ കടബാധ്യതകളുടെ ഇതും ഒക്കെ കാരണം ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. അതുപോലെ ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് പോയതും എനിക്ക് ഭയങ്കര വിഷമകരമായിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് ഇൻഫെക്ഷനൊക്കെ കാരണം എനിക്ക് 2 മാസത്തോളം എനിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ജോലി എന്നെ മതിയാക്കേണ്ടി വന്നു. ഞാനിങ്ങനെ എന്നാലും ഞങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് സർജറിയുടെ സ്റ്റേജ് വരെ വന്നതാണ്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പപ്പയും ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവന് അത് ചുങ്ങി സർജറി വേണ്ടാന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ വീണ്ടും ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ എനിക്കൊരു വീടിൻ്റെ 2 സ്റ്റോപ്പ് അപ്പുറം തന്നെ എനിക്കൊരു ജോലി ശരിയായി. ഞാനങ്ങനെ ജോലിക്ക് കയറി. അപ്പോഴാണ് എനിക്ക് രണ്ടാമതൊരു കുട്ടിയും കൂടെ ആയെന്ന് അറിയുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര വിഷമതകളും ഇതും കാരണം എനിക്ക് ഭയങ്കര ആത്മഹത്യാ പ്രവണതയും എനിക്ക് രണ്ടാമതായി കുട്ടി വേണ്ടാന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം എന്തോ ഇത് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റിവിട്ടു. ഒരു 7-ാം മാസമായ മകന് വയറ്റിൽ 7-ാം മാസം ആയപ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയുടെ ഇത് വന്നിട്ട് CV ഒക്കെ അയച്ചു കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ലയെന്നും പറഞ്ഞ് ഇവിടെ ആലപ്പുഴയിൽ വരാനിടയായത്. അങ്ങനെ ഈ മാതാവിൻ്റെ ഇവിടെ കയറിയിട്ട് ഒരു ഉപ്പും ഈ മാതാവിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് വന്നു. അങ്ങനെ 7-ാം മാസം സാധാരണ 7-ാം മാസമല്ലേ അമ്മമാരുടെ ഇത് വേണ്ടത്. പക്ഷെ എൻ്റെ മാതാവ് വീട്ടിൽ വന്നു. ഞാൻ മുറിയിലൊരു ആണി ഉണ്ടായിരുന്നു. അപ്പോൾ ആണിയിൽ ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടും ഈ പേപ്പറായിട്ടുള്ള ഫോട്ടോ തൂക്കിയിട്ടൊന്നും അത് ഇരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ വച്ചപ്പോൾ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. എനിക്ക് ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഈ രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിക്കണം, കുരുക്കഴിക്കുന്ന ഇത് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ അത്രയും കാലം കാണില്ല, കാര്യം ഞാൻ അത്രയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്രയും ദുരിതങ്ങൾ ഇതൊക്കെ വന്നു തുടങ്ങിയപ്പം ഞാൻ വീണ്ടും ജപമാല കഴുത്തിലിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഡിസംബർ മാസം മാതാവ് അവിടെ വന്നതിന് ശേഷം ഞാനൊന്ന് ഉടമ്പടിയിലൊന്നും അല്ലെങ്കിലും ഭയങ്കര അത്ഭുതശക്തിയായിരുന്നു. വീണ്ടും അപ്രതീക്ഷിതമായിട്ടൊരു ചിട്ടി വീഴുകയും എനിക്ക് ആ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് നടത്തി തരികയും ഡെലിവറി 7-ാം തീയതിയാണ് നടന്നത്. മാതാവിൻ്റെ ആ ഒരു ഡേറ്റ് അത് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. 7-ാം തീയതിയായിരുന്നു രണ്ടാമത്തെ മകൻ ജനിച്ചത്. ഞാൻ ആ സമയത്ത് ഞാൻ 9 മണിക്ക് കിടന്ന് ഞാൻ 1:30 പെട്ടെന്ന് എണീറ്റതാണ്. ഞാൻ 2 ജപമാല പ്രാർത്ഥിച്ചു. അധികം സമയമൊന്നും എനിക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്നില്ല. 3 മണിക്കൂറായപ്പോൾ തന്നെ നോർമലാക്കി എനിക്ക് തന്നു മാതാവ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ചപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ എൻ്റെ അമ്മയുടെ അതേ മുഖമായിരുന്നു. എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അവൻ്റെ ഓരോ ആക്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് മമ്മിയെപ്പോലെ എനിക്ക് തോന്നുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ജൂലൈ 18-ാം തീയതി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെയധികം വിഷമത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുഹൃദയ രൂപം തെളിഞ്ഞു വന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അടയാളം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരു ചിട്ടി റെഡി ആയെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അനിയത്തിയെ വിളിച്ച് പറഞ്ഞായിരുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ പോയി ചോദിച്ചായിരുന്നു ചിട്ടി വേണമെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. അതുപോലെ അഡ്രസ്സ് സാധാരണ ഞാൻ ഇവിടെ വീട് ഒറ്റയ്ക്കൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഒറ്റ ഒഴിപ്പിച്ച് ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്തേക്കാൻ കാരണം അഡ്രസ്സ് അനിയത്തിയുടെ അവിടെയുള്ള അഡ്രസ്സിലാണ് സാധാരണ പോകുന്നത്, നോട്ടീസും കാര്യങ്ങളൊക്കെ. പക്ഷേ അത്ഭുതകരമായിട്ട് ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു
2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. മാതാവ് വീട്ടിൽ വരുന്നതായിട്ടും എൻ്റെ കുട്ടിയെ നോക്കുന്നതായിട്ടും ഞാൻ എന്തൊക്കെയോ ജോലി ചെയ്ത് നടക്കുന്നതായിട്ടും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങനൊരു കോള് വരികയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തത്. പല കാര്യത്തിലും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മോൻ ഇതുപോലെ ഒരു ദിവസം റവ എന്തോ കാച്ചിക്കൊണ്ടിരുന്നപ്പം ആ തിളച്ച റവയിൽ കൈ ഇങ്ങനെ വച്ചു. അപ്പം അവൻ ആ കൈ മൊത്തം പൊള്ളിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ കയ്യിലൊരു തുള്ളി പൊള്ളൽ പോലും അതിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരിടയ്ക്ക് മകന് കാല് കുഴഞ്ഞിങ്ങനെ അവന് നടക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഡേ കെയറിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഈ കുട്ടിയെ നോക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും, ഒരു ദിവസം പോവും, അങ്ങനത്തെ ഇതിലായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, നീ എല്ലാവരുടെ അടുത്തും പറയുമല്ലോ കാശ് രൂപം വയ്ക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ, നിൻ്റെ കാര്യത്തിൽ ഇതൊന്നും പറ്റില്ലേ? അപ്പം അന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാനൊന്ന് കാശ് രൂപവും തലേണയുടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയെ കിടത്തിയത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും നാൾ തറയിൽ കാല് കുത്താത്തവൻ തറയിൽ കാല് കുത്തി, അവൻ പഴയതുപോലെ ആയി. എനിക്ക് മാതാവിൻ്റെ ഭയങ്കര പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഞാൻ ഡേറ്റുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഡേറ്റുകളിലൊന്നും എനിക്ക് നടന്നു കിട്ടില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി ഡേറ്റ് ഒന്നും എഴുതി വെക്കില്ല എന്ന്. പക്ഷേ ഓരോ ഡേറ്റുകൾ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 18 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ എപ്പോഴും എഴുതി വെക്കുമായിരുന്നു. അപ്പം എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ എനിക്ക് കൂടെയുള്ള ഒരു ആൾ, എനിക്ക് ഓഫീസർ, എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ അപ്പോയിൻമെൻറ്റ്, ഞാൻ മുമ്പ് അവിടെ പോയപ്പോൾ ഈ ഫയലൊക്കെ മറിച്ച് നോക്കിയപ്പം അവർ അപ്പോയിൻറ്റ് ചെയ്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത അതേ ഡേറ്റിന് സെപ്റ്റംബർ 18-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതുപോലെ 27 ഡേറ്റ് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ കോള് വന്നത്. അപ്പം ഞാൻ പിന്നെ ഡേറ്റിനെ കുറിച്ച് നടന്നോ ഞാൻ പിന്നെ നോക്കാറില്ല. എന്തായാലും അമ്മ മാതാവ് അതിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ്. പക്ഷേ ഞാനന്ന് എനിക്കിത്തിരി പേടിയായിരുന്നു വന്നിങ്ങനെ പറയണ്ടേ എന്നൊക്കെ ഉള്ള ഇത്. അപ്പം ഞാനിങ്ങനെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ തിരക്കാണ്, ഉച്ച വരെ നിൽക്കേണ്ട, ഉച്ച കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ട്രെയിനിൽ വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുകയും ഭയങ്കര ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നൊരു ഇതായിരുന്നു. സാക്ഷ്യം പറഞ്ഞ് ഞാൻ മടി തോന്നരുതെന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായി. അതുപോലെ പത്രം കൊടുക്കാനുണ്ടായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ പോകുമ്പം എനിക്ക് ഇതായിരുന്നു, ഞാൻ എങ്ങനെ പറയും, എന്ത് പറയും ഈ ആൾക്കാരുടെ അടുത്തൊക്കെ. ഞാനങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്തൊന്നും അധികം സംസാരിക്കുന്ന ഒരു ആളല്ല. അപ്പോൾ എന്ത് പറയും, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ അവിടെ എല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ CSA ഒരു ആൾക്ക് പത്രം കൊടുത്തപ്പോൾ അവർ ഒരുവിധം മേടിക്കില്ലായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവർ പറഞ്ഞു, ഈശോയുടെ നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറേ തർക്കിച്ചു. അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കും. അപ്പം എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ തോന്നി, അമ്മ പറഞ്ഞ ഈശോ കേൾക്കും. അപ്പം ഞാനത് അവരോട് പറഞ്ഞു. പക്ഷെ എത്രയും നേരം തർക്കിച്ച് ഇത് മടിച്ച് നിന്നിരുന്ന അവർ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം മേടിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ ബസ്സിലൊക്കെ അടുത്തിരിക്കുന്നവരോട് മാത്രമേ ഇതൊക്കെ കൊടുക്കുള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും എനിക്ക് മടിയായിരുന്നു, അയ്യോ ഞാൻ എന്ത് പറയും ഇവരോട്. ആദ്യമൊക്കെ ഞാനിങ്ങനെ മാതാവിനെ പറ്റിയോ കൃപാസനത്തെ പറ്റിയൊന്നും പറയില്ല, പള്ളിയിലൊരു പത്രമാണ് വായിക്കണം എന്നൊക്കെ പറയുള്ളായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരു ചേച്ചിക്ക് കൊടുത്തപ്പം ഒരുവിധം അവർ മേടിക്കില്ല. അപ്പം വേറൊരാൾ ഇതേപോലെ ഹിന്ദു മതവിശ്വാസി അവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ചും പത്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവർ ആ പത്രം മേടിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ ഞാൻ കുറേ പേർക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്കാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച 7-ാം തീയതി ഞാനിവിടെ വരണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി മൊത്തം ഉറങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം അതിന് ബുദ്ധിമുട്ടി. അപ്പം എനിക്ക് സംശയമായിരുന്നു എനിക്ക് ഈ ആഴ്ച തന്നെ ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അനുഗ്രഹിച്ച് പിന്നീട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് ഇത് തന്നെയാണ് ജീവിതം, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഭൂമിയിലെ ഒരു സ്വർഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാര്യം എനിക്ക് പപ്പ എപ്പോഴും കൊച്ചിലെ മുതൽ എനിക്ക് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ എന്നെ വിടാറുള്ളായിരുന്നു. ഒരു ചെറിയ പരീക്ഷയായാലും എന്താവശ്യത്തിന് പോയാലും പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വിടുന്നത്.
അപ്പോൾ എനിക്ക് ഈ അച്ഛൻ്റെ ഈ പ്രാർത്ഥന, ഡെയിലി ബ്രെഡിൻ്റെ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എനിക്കതൊക്കെ തിരിച്ചു കിട്ടിയാലും തോന്നുന്നു. അതുപോലെ അമ്മ എന്നെ എപ്പോഴും ശാസിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പം എനിക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ മാതാവ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം എൻ്റെ ജീവിതം ഇത് തന്നെയാണ്, ഉടമ്പടി തന്നെയാണ് എൻ്റെ ജീവിതം. ഒരു ഭൂമിയിൽ ഒരു സ്വർഗമായിട്ട് ദൈവത്തോടൊപ്പം ഉള്ള ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. അത് എനിക്ക് ആശ്വാസമാകുമായിരുന്നു, വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. ജോബിന് ദൈവത്തോടുള്ള ഒരു വലിയ വിശ്വസ്തതയെക്കുറിച്ചാണ് ഈ സന്ദേശം നമ്മോട് പറയുന്നത്. സൈദ ലിജോയുടെ പറഞ്ഞ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ജീവിതം ഇനി ഉടമ്പടിയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലേക്കും വിശ്വാസദാർഢ്യത്തിലേക്കും ഒരു വലിയ കൺവിക്ഷനിലേക്ക്, ബോധ്യത്തിലേക്കുമാണ് ഈ മകൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഓരോ സങ്കടാവസ്ഥകളിലും പരിശുദ്ധ അമ്മ നൽകിയ ആ ഒരു മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ മകൾക്ക് കൃത്യമായി പാലിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ, പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചത്. ഈശോയോട് പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ പരിശുദ്ധ അമ്മയും കേൾക്കുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. സൈദ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, സാക്ഷ്യം ഒരിക്കലും നീട്ടിവെക്കരുതെന്ന്. കാരണം ഈശോ തന്നെ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, മറ്റ് 9 പേരെവിടെ? ഒരു വിജാതീയൻ മാത്രമാണ് ഈശോയുടെ അടുത്ത് കയറി വന്ന് നന്ദി പറയാനായി തിരിച്ചു വന്നത്. നാം ഒരിക്കലും ആ 9 പേരാകരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ പൗലോസ്ലീഹ നമ്മെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. 11 വർഷമായിട്ടുള്ള ഒരു കടം ഉടമ്പടിയെടുത്ത ഉടനെയാണ് അവരുടെ ലക്ഷങ്ങളുടെ ഒരു കടം വീട്ടാനായിട്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ സൈദയ്ക്ക് ഒരു ഗവൺമെൻറ് ജോലി വളരെ പെട്ടെന്ന് ലഭിച്ചു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാ ജീവിതാവസ്ഥകൾക്കും ഒരു സമാധാനവും ആശ്വാസവും ലഭിച്ചത് എന്നേറ്റു പറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് നമ്മെ വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഡെലിവറി പെയിൻ ഒരമ്മയ്ക്ക് അറിയാവുന്ന ഒരു വലിയ വേദനയാണ്. അതിൻ്റെ വേദനയുടെ പേര് തന്നെ ലേബർ പെയിൻ എന്നാണ്. ഈ അമ്മ ഡെലിവറിക്കായി ടേബിളിൽ കിടക്കുമ്പോൾ 2 ജപമാല ജപിച്ചു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെങ്ങനെ സാധിച്ചുവെന്ന് ഓരമ്മമാരും വിചിന്തനം ചെയ്യേണ്ട ഒരു വലിയ സമയം കൂടിയാണിത്. ഉടമ്പടിയിലെ മക്കൾക്ക് അസാധ്യങ്ങളായ കാര്യങ്ങളാണ് അമ്മ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ സൈദായുടെ സമാപിപ്പിക്കുന്നത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ കേൾക്കും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. അമ്മയുടെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സൈദയെ പോലെ സങ്കടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ഉഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 2022 ആഗസ്റ്റ് 14-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വച്ചു ഞങ്ങൾ ഒരു ഹിന്ദുക്കളാണ്. അവിടെ വെച്ച് എനിക്കൊരു അസുഖം ബാധിച്ചു. 3 വർഷം വരെ ഞാൻ ആ അസുഖത്തിൽ വളരെയധികം വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഫോണിലൂടെ യൂട്യൂബിലൂടെ പല പ്രാർത്ഥനകളും ഞാൻ കേൾക്കുമായിരുന്നു. അസുഖം എൻ്റെ തൊണ്ടയിലായിരുന്നു. എപ്പോഴും വേദന. 15 ദിവസം കൂടുമ്പോൾ ആ വേദന മാറും. വീണ്ടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വേദന വരും. കഠിനമായ പനിയായിരിക്കും, തൊണ്ടവേദനയായിരിക്കും. പിന്നെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടുത്തെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേറെ എന്തോ അസുഖമാണെന്ന്. ഞാൻ ഈശോയെ അമ്മയും കൂടുതൽ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അസുഖവുമില്ല, എൻ്റെ ഈശോയും അമ്മയും എനിക്ക് ആ അസുഖം മാറ്റിത്തരുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായി കൃപാസന അമ്മയെ ഞാൻ എൻ്റെ ഫോണിലൂടെ കാണുന്നത്. അമ്മയുടെ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ തെളിഞ്ഞത്.
ഫസ്റ്റ് തെളിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതാരാണ്, എവിടുത്തെ മാതാവാണ് എന്ന്. രണ്ടാമത് എൻ്റെ ഫോണിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ തെളിഞ്ഞു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു കൃപാസനം. ആദ്യമായി ഞാൻ ഇവിടുത്തെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. ഒരു മകനാണ് ഇവിടെ ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടത്. അവന് രോഗസൗഖ്യം ഭേദപ്പെട്ടതായിട്ടാണ് ഞാൻ സാക്ഷ്യം കേട്ടത്. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ആരാധനയെല്ലാം ഞാൻ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും പറഞ്ഞു, അമ്മേ, എൻ്റെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം. പക്ഷേ എനിക്കൊരു ഡോക്ടറെ കാണണ്ട, ഒരു മെഡിസിൻ കഴിക്കണ്ട. എൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് മാറ്റിത്തരണം. എൻ്റെ രോഗം മാറിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന്. അങ്ങനെയാണ് ഞാൻ 2022 ആഗസ്റ്റ് 14 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി പ്രകാരം ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. എൻ്റെ രോഗം പൂർണ്ണമായും മാറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൻ്റെ പണിയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. 2 മക്കളും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയമായിരുന്നു. എനിക്കൊരു ഭവനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, കൊറോണ സമയമായതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്ക് നാട്ടിൽ പോയാൽ ഒരു ഭവനം വേണം. എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് തരുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സാധിക്കും. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അങ്ങനെ ഞാൻ അമ്മയോട് ഈശോയോടും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ കാൽ മടക്കി നിന്നു. ഞാൻ പറഞ്ഞു, ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ ഭവനത്തെ ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. 3ാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. 2 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഒരാൾ ബിഫാമിനും ഒരാൾ റേഡിയോളജിക്കും പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബിഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾ എന്നോട് പറഞ്ഞു, അമ്മേ, എനിക്ക് പഠിക്കുവാൻ ഒത്തിരി പ്രയാസമാണ്. മെഡിസിൻ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, പഠിക്കുവാനൊന്നും എനിക്കൊന്നും പറ്റുന്നില്ല അമ്മേന്ന്. ഞാൻ പറഞ്ഞു, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നമ്മുടെ കൂടെ അമ്മ മാതാവും ഈശോയുമുണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം. മോള് നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതിക്കോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. അവളുടെ പരീക്ഷ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ വചനം ഇതാണ്, യേശയ്യാ പ്രവാചകൻ്റെ 45:2. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ വചനം നിരന്തരം ഞാൻ എന്നും എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 2ാമത്തെ വചനം ഇതാണ്, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ഇത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ അപ്പയോട് പറഞ്ഞു, അപ്പാ, മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധിക്കും. അപ്പയില്ലാതെ എനിക്കാരുമില്ല, അമ്മയില്ലാതെ എനിക്കാരുമില്ല. എനിക്ക് ഏകാശ്രയം എൻ്റെ അപ്പനും അമ്മയുമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മൺകുടമാണ് ഉടഞ്ഞു പോയത്. അത് കൂട്ടിച്ചേർക്കുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും അല്ലാതെ അത് മറ്റാർക്കും സാധിക്കുകയില്ല. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നിരന്തരം പ്രാർത്ഥനയിൽ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഭവനം പൂർത്തീകരിച്ച്, അതിമനോഹരമായ ഭവനം. ഇന്ന് ഏതൊരു മക്കളും എൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഈ ഭവനത്തിൽ വന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട് എന്ന്. അങ്ങനെ ഭവനത്തിൻ്റെ പണി കഴിഞ്ഞു. 3ാമത് മോളുടെ പഠിത്തമായിരുന്നു. ആ പഠിത്തം അവൾ പറയും ബാക്കി കാര്യങ്ങൾ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ടാണ് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് അമ്മ മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ജീവിതം മതിയാകുമോ എന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പഠിക്കാൻ അത്രയ്ക്കും പാടായിരുന്നു. ഞാൻ എങ്ങനെ ഓരോ വർഷവും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല. അധികം കഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ടു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നിനും എനിക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷനുണ്ട്. അതും എത്ര കടുകട്ടായിട്ടുള്ള വിഷയമാണോ അതിനാണ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ.
എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. അതുകൂടാതെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. PSC വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അതെനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. PSCക്ക് ഞാൻ പോയപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു, കൂടെ വരണം, എനിക്ക് വേണ്ടിയിട്ട് ഈ പരീക്ഷ ഒന്ന് എഴുതണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ നിമിഷ നേരം കൊണ്ട് അമ്മ മാതാവ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കാണിച്ചു തന്നു. എങ്ങനെയാണ് അമ്മേ എനിക്ക് വേണ്ടി എന്തിനിത് ചെയ്തു? ഞാനൊരു ഉടമ്പടിയിലല്ല, എൻ്റെ അമ്മയാണ് ഉടമ്പടിയിലായിരിക്കുന്നത്. ഞാൻ അധികം അങ്ങനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അധികം പ്രാർത്ഥനയിലോ കാര്യങ്ങളിലോ അല്ല. പക്ഷേ അമ്മ മാതാവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. എനിക്ക് അർഹിക്കാത്തതും ഞാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള എല്ലാം അമ്മ എനിക്ക് തന്നു. പിന്നെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വെയിറ്റ് കുറവ്, കുഞ്ഞിന് വെയിറ്റ് കുറവ്. ഓരോ വട്ടവും ചെക്കപ്പിന് പോകുമ്പം എനിക്ക് ഡോക്ടർ പറയുന്നത് കേട്ടാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓരോ വട്ടവും ചെക്കപ്പ് കഴിഞ്ഞിറങ്ങുന്നത്. എന്നാൽ അവസാന നിമിഷം എനിക്കും കുഞ്ഞിനും വെയിറ്റ് തന്ന് അമ്മ മാതാവ് എന്നെയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ സംരക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ മോളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, കാനായിലെ കല്യാണ വീട്ടിലെ കുറവുകളെ അമ്മ പരിഹരിച്ചതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും അമ്മ പരിഹരിക്കണം. അമ്മയും ഈശോയും കടന്നു വരണം, എനിക്ക് വേറെ ആരുമില്ല എന്ന്. 1 മാസം കൊണ്ട് എങ്ങനെയാണ് മകളുടെ വിവാഹത്തിന് വേണ്ടി പൈസ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ലോൺ എടുത്തതാണ്. ഞാൻ ലോണിനായിട്ട് 1 ദിവസമേ പോയിട്ടുള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു. എല്ലാവരും ചോദിച്ചു, ഈ കല്യാണം എങ്ങനെയാണ് ഇത്ര മനോഹരമായി നടന്നത് എന്ന്. അങ്ങനെ മകളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ മകൾക്ക് ജോലിക്കായിട്ട് അവൾ പറഞ്ഞല്ലോ, ആ ജോലി ഞാനാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അവളുടെ പഠിത്തം കഴിഞ്ഞ സമയത്ത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും കഴിഞ്ഞ് 6 മാസമായപ്പോഴായിരുന്നു മോളുടെ വിവാഹം. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ഈശോയോടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ കുഞ്ഞിന് 1 വർഷത്തിനകം അമ്മയ്ക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞിന്. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഞാൻ ദുബായിലായിരുന്നു. ഞാനിപ്പോൾ 2 മാസമായി വന്നിട്ട് ലീവിന് വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ വച്ച് എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ച് മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്കൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകരുത് അമ്മേ, സുഖപ്രസവമായിരിക്കണമെന്നും. പ്രസവ സമയത്ത് അവളെ രാവിലെ 8 മണിക്ക് ലേബർ റൂമിൽ കയറ്റി രാത്രി വെളുപ്പിനെ 3 മണിയായപ്പോൾ എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ദിവ്യയ്ക്ക് പ്രസവം നടക്കില്ല, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മഷി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയോട് ചോദിച്ച ഒരു കാര്യമുള്ളൂ, എൻ്റെ കുഞ്ഞിന് സുഖപ്രസവമായിരിക്കണം എന്ന്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയണം അമ്മയ്ക്കും കുഞ്ഞിനും കോംപ്ലിക്കേഷനാണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് എനിക്ക് പാലിച്ച് അമ്മ തരണം, എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന്. അങ്ങനെ കുഞ്ഞിന് അവൾ പറഞ്ഞല്ലോ വെയിറ്റ് ഇല്ലായിരുന്നെന്ന്. ഞാൻ നിരന്തരം എൻ്റെ വയറ്റിൽ തന്നെ ഉടമ്പടി തൈലമിട്ട് കുരിശ് വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിക്കണതിൻ്റെ 2 ദിവസം വരെ 1,600 ആയിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2,800 കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, എനിക്ക് കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് തന്ന് എൻ്റെ കുഞ്ഞിനെ അമ്മ അനുഗ്രഹിക്കണം. ഞാൻ എന്തൊക്കെ കാര്യമാണ് എൻ്റെ അപ്പയോടും എൻ്റെ അമ്മയോടും ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുപോലെ എല്ലാം എനിക്ക് നടന്ന് തന്നിട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് കുരിശ് വരയ്ക്കാൻ അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടതെന്ന്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചോദിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ രാത്രിയിൽ എൻ്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞു കുരിശ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണെന്ന്. യഥാർത്ഥത്തിൽ കുരിശ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അതുപോലെ തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു. അന്ന് മുതൽ ഞാൻ അതുപോലെ തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജോസഫച്ചൻ്റെ പല ദിവസങ്ങളിലും ഞാൻ
പല കാര്യങ്ങളിലും വിഷമിച്ച് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കുറിച്ച് ഞാൻ സ്വപ്നം കാണും. അച്ഛൻ എനിക്കതിൻ്റെ മെസ്സേജ് തരുമായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മയും ഈശോയും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ നിരന്തരം പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി, എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വചനങ്ങൾ എപ്പോഴും എഴുതും. നന്മ നിറഞ്ഞ മറിയമേ അതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കുകയില്ല. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്ര സമയമില്ലെങ്കിലും അത് എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ വീട്ടു ജോലിയാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഞാൻ 3:30 എണീക്കും. കാരണം 3:30 എണീറ്റാലേ എനിക്ക് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ 3:30 എണീറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വൈകുന്നേരമുള്ള എൻ്റെ സായാഹ്ന പ്രാർത്ഥനകൾ ഇടയ്ക്കൊക്കെ എനിക്ക് സമയപരിമിതികൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം ഞാൻ നിൽക്കുന്ന വീട്ടിൽ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും വരുന്നതനുസരിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ സമയപരിമിതികളൊക്കെ കഴിഞ്ഞു പോകും. അങ്ങനെ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കില്ല. പിന്നെ ഉപവാസം എടുക്കും. ഞാൻ ശനിയാഴ്ച ദിവസമാണ് ഉപവാസം എടുക്കുന്നത്. പിന്നെ 50 നൊയമ്പ് ഞാൻ എടുക്കും. അത് ഞാൻ കൃത്യതയോടെ പാലിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ 2 ദിവസത്തിനകം തന്നെ ഓട്ടോ സ്റ്റാൻഡിലും വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഈ കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാനത് മോളെ SATയിലായിരുന്നപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ, ആശുപത്രിയിൽ, വീടുകളിൽ എല്ലാം കൊണ്ട്, പള്ളിയിൽ, എവിടെ വേണമെങ്കിലും ഞാൻ കൊടുക്കും. ആരും വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയും ശരി, ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ മേടിക്കണ്ട, ഇതെൻ്റെ അമ്മയുടെ പത്രമാണ്, അമ്മയുടെ കൈയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വൃദ്ധസദനമുണ്ട്, അപ്പച്ചന്മാരുടെയാണ്. അവിടെ പോകും. ഞങ്ങൾ ആ അപ്പച്ചന്മാരുടെ കൂടെ ഇരിക്കുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അവർക്ക് ഫുഡ് ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ കാറ്ററിങ്ങിന് കൊടുത്തിട്ട് അവരോട് ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർക്ക് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ട അമ്മച്ചിമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുക്കും. പൈസ അങ്ങനെ കൊടുക്കും, ഡ്രസ്സ് മേടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും, ഇവിടെയും ഞാനൊരു കാരുണ്യ പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. 3 മണിക്ക് എണീക്കുക, രാത്രി 12 മണിക്ക് കിടക്കുക, ഇതൊക്കെ എൻ്റെ ജോലിയാണല്ലോ. ഇത് ഞാനൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഏതൊന്നിനും ഒരു തടസ്സം ഉണ്ടാവാതെ, അവർക്ക് ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ അവരെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും എന്നോട് വളരെ സ്നേഹമാണ്. ഞാൻ 9 വർഷമായി ദുബായിൽ സർവൻ്റായിട്ടൊരു വീട്ടിൽ ജോലി നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഞായറാഴ്ച ഷാർജ പള്ളിയിലാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ പോയി കുർബാന കൂടുന്നത്. അവിടെ അവിടുത്തെ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ പോകും, കുർബാന കൂടുവാനായി പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇവിടെ വീട്ടിൽ വന്നാൽ ഇവിടുത്തെ പള്ളിയിൽ പോകും, കുർബാന കൂടും, പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടെ വിരമിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനം. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ഉഷയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഉഷ പങ്കുവച്ചത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയാം. വളരെ സങ്കടത്തോടു കൂടിയാണ് ഉഷ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. വളരെ കലശലായ തൊണ്ടവേദന മാറാതെയായപ്പോൾ 15 ദിവസത്തിലധികം 15 ദിവസത്തോളം എത്തുമ്പോൾ വീണ്ടും അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന ആ തൊണ്ടവേദന ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ മകൾക്ക് സൗഖ്യം കിട്ടിയെന്നാണ് ആളുടെ ആദ്യത്തെ സാക്ഷ്യം ഉഷ നമ്മോട് പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല. നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോയോട് പറയുമ്പോൾ ഉടൻ പരിഹാരം നൽകുന്നതാണ് ഉടമ്പടി എന്ന് ഉഷയുടെ ജീവിതത്തിൽ നിന്ന് ഉഷയ്ക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലാകുന്നത് ഉഷയുടെ വിശ്വാസം വളരെ ശക്തമാണ്. ഉടമ്പടി പ്രകാരം എന്നും വിശ്വസ്തയോടുകൂടി
ചെയ്യുന്ന ജോലി തന്നെ വളരെ കാരുണ്യപ്രവൃത്തിയോടുകൂടിയാണ് ഉഷ ചെയ്യുന്നത്. തൻ്റെ ജോലിയുള്ള ആ സാഹചര്യങ്ങളിലുള്ള എല്ലാവരെയും തന്നെ പരിശുദ്ധ അമ്മയിലേക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഉഷയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും തൻ്റെ ജോലിക്ക് കൂടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയെ പരിചയപ്പെടുത്തുകയും പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും മാധ്യസ്ഥം നൽകുന്ന ഒരു അമ്മയാണ്, സഞ്ചാരി മാതാവാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള വലിയ കൃപയും മിഷൻ പ്രവർത്തനം ചെയ്യാനുള്ള വലിയ അഭിഷേകവുമാണ് ഉഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഉഷ തന്നെ പറയുന്നു, എനിക്കൊരു ഭവനമില്ലാതിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അവിടെ തന്നെ നിന്ന് 1 വർഷത്തിനുള്ളിൽ വീട് പണിത് കഴിഞ്ഞപ്പോൾ ആ വീടിന് മുൻപിൽ നിന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഈശോയോട് പരിശുദ്ധ അമ്മ ഗാനം ആലപിച്ചതുപോലെ, മാഗ്നിഫിക്കാത്ത ആലപിച്ചതുപോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് വളരെ ശക്തമായി പറയാനായിട്ട് ഉഷയ്ക്ക് സാധിച്ചത് വലിയ ദൈവവിശ്വാസത്തിൽ നിന്നാണ്. മകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ സങ്കടത്തോടുകൂടി പഠനകാലം, ബിഫാം കാലം കഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തമായാണ് ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഉടമ്പടിയിലൂടെ മകൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും. ബിഫാം നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ്. മരുന്നുകളുടെ പേരുകൾ ഓർമ്മിപ്പിച്ചിരിക്കുക, രോഗങ്ങൾ, അതുപോലെ അതിൻ്റെ കോമ്പിനേഷൻ, ബ്രാൻഡ്, ഇതെല്ലാം ഈ മകൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവാണ് വിവേകവും ബുദ്ധിയും അറിവും ഓർമ്മയും എല്ലാം നൽകി. ഇതെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ എളിമപ്പെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ കൃപകളാണ്. എല്ലാ തകർച്ചകളിലും ഈ മകളുടെ കുഞ്ഞിനുണ്ടായ വലിയ തകർച്ചകളിൽ നിന്നെല്ലാം വളരെ ശക്തമായി പരിശുദ്ധമ്മ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ രക്ഷയും സൗഭാഗ്യങ്ങളും അവർക്ക് നൽകി. പ്രഗ്നൻസിയിൽ യാതൊരു കോംപ്ലിക്കേഷനുമില്ലാതെ 1600 മാത്രം വെയിറ്റ് ഉണ്ടായിരുന്ന കുഞ്ഞ് 2800 മാത്രം വെയിറ്റ് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ വലിയൊരു അത്ഭുതം തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയായിരുന്നു. ഈ അമ്മ തന്നെ മകളുടെ വയറ്റിൽ തൈലം പൂശുന്നതിന് പകരമായി ഉഷയുടെ വയറ്റിൽ തൈലം പൂശി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയുടെ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ഉഷ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, ഞാൻ പ്രവാസിയായിരുന്നു എന്നുള്ളതിനെല്ലാം ഉഷ വളരെ കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു ശക്തമായ സാക്ഷ്യമാണിത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം പത്രോസിനെ പോലെ ചെയ്യാം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ക്രിസ്തുവാണെന്ന് പറയാനുള്ള ഒരു വിശ്വാസധാരണയും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് കാവ്യ, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ മാസം 22-ാം തീയതിയാണ്. അതിന് മെയ് മാസം മുമ്പ് അമ്മ 18-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 2023 മുതൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 2 തവണ ഞാൻ ടെൽക്ക് എക്സാം എഴുതിയെങ്കിലും എനിക്കത് പാസ്സാവാൻ സാധിച്ചില്ല. ആ സമയത്താണ് എൻ്റെ അച്ഛയ്ക്കൊരു ഓപ്പറേഷൻ വരികയും അങ്ങനെ ഞങ്ങൾ ആകെ സങ്കടത്തിലായിരുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി, വീടിനടുത്തുള്ളൊരു ചേച്ചി പറയുന്നത് കൃപാസനമുണ്ട്, അവിടെ പോയി നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ജർമ്മൻ പത്രം കൃപാസനത്തിലേക്ക് കിട്ടുകയും ഞാനത് വായിക്കുകയും ഞാൻ ഓരോ വാക്കുകൾ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരണമെന്നോ ഉടമ്പടി എടുക്കണമെന്നോ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരെ പോലെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും 0 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് ഗോയിത്തയിൽ 4 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ ബ്ലെസ്സിങ്ങിനായിട്ട് ജോസഫസിനെ വന്ന് കാണുകയും ചെയ്തു. എക്സാമിനായിട്ട് ഞാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാമിന് കയറുകയും ചെയ്തത്. ചെന്ന് എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 4 എക്സാമും കഴിഞ്ഞു. എനിക്ക് സ്പീക്കിങ് ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഏത് എക്സാം തോറ്റാലും സ്പീക്കിംഗ് എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഞാൻ അച്ഛയോടും അമ്മയോടും ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീക്കിങ്ങിന് തോറ്റുപോവുകയും എനിക്ക് റൈറ്റിംഗ് ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് അത് കഴിഞ്ഞ് എനിക്ക് ഒന്നും കൂടെ ഡേറ്റ് കിട്ടി. കൊച്ചിയിലായിരുന്നു ഡേറ്റ് കിട്ടിയത്. ഉച്ച കഴിഞ്ഞായിരുന്നു എനിക്ക് എക്സാം. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് വേണ്ടി ഞാൻ തന്നെയാണ് പോയത് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ പിള്ളേരും ഓരോ 2 ടൈലാണുള്ളത്. ആ 2 ടൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എക്സാമിന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ മെറിറ്റിൽ എനിക്ക് ഒന്നും വേണ്ട, നിൻ്റെ ഗ്രേസിൽ എനിക്ക് തന്നാൽ മതി, എനിക്ക് അങ്ങനെ പാസ്സായാൽ മതി എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പേരൊക്കെ വിളിച്ച് ഓരോ കസേരയിലിരുത്തി. അപ്പം അന്ന് വരെ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അസീസിൽ നിന്നുള്ള ഒരു കുട്ടികളെയും ഞാൻ അവിടെ എക്സാമിന് ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് എന്നോട് പറയുകയാണ്. ഡിസ്കഷൻ ഇന്ന ടോപ്പിക്ക് റെഫർ ചെയ്തായിരുന്നോ, തേമ ഇന്നത് പറഞ്ഞായിരുന്നോ എന്നൊക്കെ എന്നോട് ഈ കൊച്ച് ചോദിച്ചു. അപ്പോൾ ആ കൊച്ച് പറഞ്ഞ തേമയെല്ലാം ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിലും ഈ കൊച്ച് പറഞ്ഞ ടോപ്പിക്കായി ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഞാനിത് നോക്കിയിട്ടില്ല, ബാക്കി എല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇത് ഞാൻ നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനോട് പറഞ്ഞു, ഇതൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ, ഇതൊക്കെയാണ് നെഗറ്റീവ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ഈ കൊച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവ് വശം കുറച്ച് എനിക്കറിയാം, എന്തായാലും നെഗറ്റീവ് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ ആദ്യം എക്സാമിനോട് വിളിച്ച് പ്രിപ്പറേഷൻ ഹാളിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെയും എൻ്റെ പാർട്ട്ണറിനെയും വിളിച്ചു. ഞങ്ങൾ എക്സാമിന് പോയി. ഞാൻ ആ എക്സാമിന് കയറി അവിടെ പ്രിപ്പറേഷൻ ഹാളിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഏത് ടോപ്പിക്കാണോ എന്നോട് പറഞ്ഞു തന്നു ആ ടോപ്പിക്കായിരുന്നു എനിക്ക് ഡിസ്കഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. മാതാവ് ഇത് വന്ന് പറഞ്ഞു തന്ന പോലെയായിരുന്നു ആ ടോപ്പിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ 15 മിനിറ്റത്തെ എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഹാളിലോട്ട് എക്സാമിലെ റൂമിലോട്ട് 2 എക്സാമിനേഴ്സും ലേഡീസ് ആയിരുന്നു. അവർ നല്ല കൂളായിട്ട്, ഞങ്ങൾക്കൊരു എക്സാം മൂഡല്ലായിരുന്നു അവിടെ അവർ ഞങ്ങൾക്ക് തന്നു. പേരൊക്കെ ചോദിച്ച് നല്ല കൂളായിട്ട് അവർ ഞങ്ങൾക്ക് എക്സാം നടത്തി. ഫസ്റ്റത്തെ ടൈലായ തേമ പ്രസൻറ്റേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ആരാദ്യം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നോ അവർക്ക് ഇഷ്ടമുള്ള വശം നമുക്കത് ആ ടോപ്പിക്കിൻ്റെ പോസിറ്റീവ് വശം പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് വശം പറയാം. അപ്പോൾ ആ കൊച്ച് വേഗം തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ കൊച്ച് വേഗം പോസിറ്റീവ് വശമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് പറയാൻ തുടങ്ങി. ഞാനപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി, ഈ പരീക്ഷ ഞാൻ ഇനി ജയിക്കുകയില്ല, എനിക്കത് ഉറപ്പാണ്, അപ്പം നീ തന്നെ ഇടപെടണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ എക്സാമിന് പറയുക, സ്റ്റോപ്പ് ദി എക്സാം എന്ന് പറഞ്ഞു. എക്സാമിന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറയാം, ഇങ്ങനെയല്ല എക്സാം തുടങ്ങേണ്ടത്, കാവ്യ പോസിറ്റീവ് വശം പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പോസിറ്റീവ് വശം പറയാനും ആ എക്സാം ഒരു തടസ്സവും കൂടാതെ നല്ല രീതിക്ക് എനിക്ക് പറയാനും പറ്റി. അപ്പം ഞാൻ മാതാവിനോട് വീട്ടിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ്, ഈ എക്സാം എനിക്ക് തോറ്റാലും എനിക്ക് വിഷമമില്ല, പക്ഷെ നിൻ്റെ പ്രസൻസ് എനിക്കവിടെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം 100-ൽ 60 മാർക്ക് വേണം എക്സാം പാസ്സാവാനും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 160 മാർക്ക് മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് 100-ൽ 77 മാർക്കോടെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി സ്പീക്കിങ്. അത് കഴിഞ്ഞ് 2 മൊഡ്യൂൾ വെച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു. ഓരോ പിള്ളേർക്കും ഇൻ്റർവ്യൂ ഇന്ന ആഴ്ച വരും, നാളെ അടുത്ത ആഴ്ച വരും, അങ്ങനെ പറയുന്നില്ല, എൻ്റെ പേരും കൊടുക്കും. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും വരുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 28-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവർക്കും നീ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, എനിക്കും അതുപോലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ വരുമ്പം ഞാൻ എന്നും എൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ച് മാതാവേ ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നതെന്ന് ഞാൻ മാതാവിൻ്റെ എന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന്. എന്നിട്ട് മാർച്ച് 20-ആയി, എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ, എന്താണ് നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലല്ലോ, എന്നെ പറ്റി ഇതെന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറയും, 20 ആയുള്ളൂ, 28 ആവാൻ ഇനിയും ദിവസമുണ്ട്, നീ വെയിറ്റ് ചെയ്യുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞാൻ അവിടെ ഒരു ഓർഫണേജിൽ ഒരു ഓൾഡേജ് ഹോമും കൂടി ഉണ്ട്, മരിയ സദനം എന്ന് പറഞ്ഞ പാലായിൽ. അപ്പം ഞാൻ അവിടെ പോയി ഞാൻ അവിടെ ചെന്നതേ ഉള്ളൂ, എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരികയാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു. അത് മാർച്ച് 25-ാം തീയതി ആയിരുന്നു. അതൊരു തിങ്കളാഴ്ചയായിട്ട് വന്നു. പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ, ചൊവ്വാഴ്ച. ഞാൻ അവിടെ നിന്നു, കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തു. ആ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യവും ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോന്നു. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ ലാപ്ടോപ്പ് അന്ന് തലേദിവസം ഞാൻ ഇൻ്റർവ്യൂ ലാപ്ടോപ്പിൽ കൂടാൻ വിചാരിച്ച് എടുത്തു നോക്കിയപ്പം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആണ്, അത് ഓൺ ആവുന്നില്ല. അങ്ങനെ ഞാൻ കടയിൽ കൊണ്ടേ കൊടുത്തു. അവർ പറഞ്ഞു, ഞാൻ വേറൊരു ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വേറെ ലാപ്ടോപ്പ് തരാം, അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം മുമ്പേ ഓണാക്കി വെച്ചാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ കൂടിക്കോളാം, എൻ്റെ കൂടെ എൻ്റെ മാതാവ് എനിക്കിത് തരും, അതുകൊണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ 1:30-ക്ക് തുടങ്ങുന്ന ഇൻ്റർവ്യൂവിന് ഞാൻ 12 മണിയായപ്പോൾ ലാപ്ടോപ്പ് ഓണാക്കി വെച്ച് അതിനകത്ത് ഞാൻ ഉപ്പും തൈലും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
വിശ്വാസ പ്രമാണം ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ചൊവ്വാഴ്ച ദിവസം കറക്റ്റ് 2:30 ആയപ്പം എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിൽ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഓൺലൈനിൽ കയറി അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര മുടികൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു എന്തോ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് അവർ തന്നെ മറുപടി എന്നോട് പറയുമായിരുന്നു. കാവ്യ, നീ ഇതാണോ ഉദ്ദേശിച്ചത് എന്നാണ് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പം അമ്മ താഴത്തെ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ വന്ന് പറഞ്ഞു, അമ്മ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ, അവർ നമ്മളോട് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിച്ചത്, ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് അത്രയും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഓടി വന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതി, എനിക്കിത് അർഹതയുണ്ടെങ്കിൽ മാതാവ് എനിക്ക് തരിക, അല്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു 4 മണി ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു 4 മണി 5 മണി ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിലോട്ട് മെയിൽ വരികയാണ്, കാവ്യ, നിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, 4 മൊഡ്യൂൾ കിട്ടാതെ നിനക്ക് കോൺട്രാക്റ്റ് ഞങ്ങൾ അയച്ചു തരികയില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഒന്നിലേ നീ 4 മൊഡ്യൂൾ തരണം, അല്ലെങ്കിൽ 2 മൊഡ്യൂൾ, ഇപ്പം എനിക്ക് 2 മൊഡ്യൂളുള്ളൂ, അത് വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്കിനി കോൺട്രാക്റ്റ് എനിക്ക് കിട്ടുകയില്ലല്ലോ മാതാവേ, മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നടന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ തന്ന്, അതായത് ഏപ്രിൽ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും എനിക്ക് അവിടെ താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കൂടെ എനിക്ക് അയച്ചു കിട്ടി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു വിസയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു. വിസയ്ക്ക് വെച്ച് ഇപ്പോൾ വിസയ്ക്ക് ഭയങ്കര ഡേറ്റ് കിട്ടാനൊക്കെ ഒത്തിരി താമസമാണ്. ജൂൺ മാസത്തിൽ എനിക്കൊരു ഡേറ്റ് കിട്ടി. പക്ഷേ അതാണെങ്കിൽ കാറ്റഗറി വേറെ ആയതുകൊണ്ട് അത് ക്യാൻസലായി പോയായിരുന്നു. എന്നിട്ട് ഞാൻ 3 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 1,00,000 രൂപയും 70,000 രൂപയും ഒക്കെ കൊടുത്താലേ ഡേറ്റ് കിട്ടുകയുള്ളെന്ന് എന്നോട് ഓരോ ഏജൻറ്റുമാരും മാറി മാറി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാണ്, അച്ഛനും അമ്മയും അന്നന്ന് ജോലിക്ക് പോയിട്ട് കൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് 1,00,000 രൂപ വെച്ച് എന്തായാലും ഒരു ഏജൻറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് എടുക്കാനുള്ളതില്ല. മാതാവേ, നീ തന്നെ ഞങ്ങൾക്ക് തന്നാൽ മതി. വേറൊരു ഏജൻറ്റ് പറഞ്ഞു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ, കൂടിപ്പോയി 50,000 രൂപയ്ക്ക് വരെ ഞങ്ങൾക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾക്ക് അത്രയും എത്തിയല്ലോ, അപ്പോൾ അതും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ ബാംഗ്ലൂർ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാം, അവിടെ നമുക്ക് എപ്പോൾ അപ്രൂവൽ ലെറ്റർ കിട്ടുന്നോ അങ്ങനെ കിട്ടിയാലേ നമുക്ക് അതായത് വിസയ്ക്ക് വെക്കാൻ പോകാൻ പറ്റുള്ളൂ. ഒക്ടോബർ 28 എന്ന് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ഡേറ്റ് എടുത്തിടാം, അപ്രൂവലായി കിട്ടിയാൽ കാവ്യക്ക് വിസയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട്, അപ്പോൾ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു കുഴപ്പമില്ല, 50,000 രൂപയാണെന്നും പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ജപമാല റാലിയാണ് ഒക്ടോബർ 26-ാം തീയതി, ഞാൻ റാലിക്ക് ഞാൻ പങ്കെടുക്കും, എൻ്റെ കുടുംബത്ത് ഞാൻ പങ്കെടുക്കും, പക്ഷേ അപ്പം നീ എനിക്ക് ആ അപ്രൂവൽ ഒന്ന് ആക്കി തന്നാൽ മതി മാതാവേ. അപ്പോൾ ജപമാല റാലി കഴിഞ്ഞിട്ടായിരുന്നു VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് എന്തായാലും മാതാവ് എനിക്ക് അപ്രൂവലാക്കി തരും എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ ഒക്ടോബർ 13-ാം തീയതി ഞാൻ ഉടമ്പടി, എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. അതിനു മുമ്പ് എല്ലാ ദിവസവും എനിക്ക് പാലായിൽ നിന്നൊരു ബസ്സുണ്ട്, 8:30 ഞാനിവിടെ കൃപാസനത്തിൽ വരും. പക്ഷേ അന്ന് മാത്രം എനിക്ക് ആ ബസ് മിസ്സായി. അങ്ങനെ ഞാൻ കോട്ടയത്ത് ചെന്നിട്ടാണ് ചേർത്തലയ്ക്ക് ബസ് കയറുന്നത്. അപ്പോൾ ഒരു ചേച്ചി കണ്ടക്ടറിനോട് ചോദിക്കുകയാണ്, കൃപാസനത്തിലോട്ട് പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കണ്ടക്ടർ പറഞ്ഞു, ഇല്ല, ചേർത്തലയിൽ ചെന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞാൻ കൃപാസനത്തിലോട്ട് പോകുന്ന, ചേച്ചി ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ കയറിയതും ക്ലാസ് അറ്റൻഡ് ചെയ്തതും എല്ലാം ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി അവിടെ പുതുക്കുന്നിടത്ത് സീൽ ചെയ്യാൻ പോയപ്പം അവിടെ ഒരു സാറ് എല്ലാവർക്കും ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നത്, അവിടെ ക്ലാപ്പ് ഫില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണല്ലോ, അപ്പോൾ എനിക്കൊരു ക്ലാപ്പ് ഫില്ല് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്കില്ല, അപ്പോൾ അവർക്ക് അത് ഡിസ്റ്റർബ് ആകും, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്നു. എന്നിട്ടും എനിക്ക് എന്തോ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്, എനിക്ക് ആ സാറിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. എന്നിട്ട് ഞാൻ വന്നു, ഞാൻ മാതാവിന് സമർപ്പിച്ചു, മാതാവേ, എനിക്ക് ഈ സാറിൻ്റെ അടുത്തൊന്ന് ചെല്ലണം, കാരണം ഈ സാർ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്താണ് ഇത് താമസിക്കുന്നത്, അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ സാറിൻ്റെ അടുത്ത് വന്നു നിന്നു. ടെൻഷനോടെയാണ് ഞാൻ നിന്നതെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സാർ എൻ്റെ നിയോഗ പേപ്പർ മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഇങ്ങനെയാണ് എൻ്റെ VFS, എൻ്റെ കോൺട്രാക്റ്റ് അല്ല എനിക്ക് കിട്ടി, എനിക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് മാത്രം കിട്ടുന്നില്ല. ഞാൻ ജോസഫസിനെ വന്ന് അതിന് 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് കാണുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ എനിക്കത് താമസിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പം നമ്മുടെ കയ്യിലൊരു ഒരു കുരിശ് തരും. അതേപോലത്തെ ഒരു കുരിശ് ആ സാറിൻ്റെ ബാഗിൽ നിന്ന് എടുത്തുനിന്ന് എൻ്റെ നിയോഗ പേപ്പറിൻ്റെ മേളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നോട് ഏശയ പ്രവാചകൻ്റെ ഒരു വചനം പറഞ്ഞ് ആ സാറ് പ്രാർത്ഥിച്ചു. കണ്ണടച്ചതിന് ശക്തമായിട്ട് ആ സാറ് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ പകുതി ടെൻഷൻ എനിക്ക് അവിടെ മാറി. എന്നിട്ട് സാറ് പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ പ്രാർത്ഥന പോലെയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരിയെല്ലാം മേടിച്ചു. അപ്പോൾ അവിടെ ഒത്തിരി തിരക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് ഞാൻ 5ാമത്തെ പുതുക്കലാണ് ഞാൻ പുതുക്കുന്നത്. ഈ 5 തവണ ഞാൻ എഴുതി ജർമ്മനിക്ക് പോകണം, എനിക്ക് ഈ വർഷം തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ എഴുതുന്നില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. ഇനി ഞാൻ പുതുക്കുമ്പം ഇനി ഈ നിയോഗം ഞാൻ എഴുതുകയില്ല മാതാവേ, ഇത് നിനക്ക് ഞാൻ സമർപ്പിച്ചു. ഇനി നിൻ്റെ ഹിതം എന്താണോ അത് എനിക്ക് നടത്തി തന്നാൽ മതി. ഞാൻ ഈ നിയോഗം ഇനി ഞാൻ എഴുതുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞു, മാതാവേ, നിനക്ക് ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അവിടെ പോയി ഉടമ്പടി പുതുക്കുന്നിടത്ത് നിന്നപ്പം അവിടെ നിൽക്കുന്ന ചേച്ചി 5 ടോക്കൺ ഇങ്ങനെ തന്നു. എന്നോട് പറഞ്ഞു, മോൾ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്നത് മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, ഇത് മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഞാനും ആ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. 3 മണി ആവാറെ ഞങ്ങൾക്ക് ബസ് അവിടെ നിന്നുള്ളതുകൊണ്ട് ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് നിന്നപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, മോനെ ഒരു OTP വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മേഡം, എനിക്കൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, നിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടുന്ന് സങ്കടപ്പെട്ടു പോകാൻ എനിക്ക് പറ്റരുത്, അമ്മ കാത്തോണം എന്ന് പറഞ്ഞു. ഞാൻ ബസ്സേ കയറി. ഇവിടുന്ന് ഇടയാടെന്ന് പറഞ്ഞ സ്ഥലം പോലും എത്തിയില്ല. അതിനു മുമ്പ് എൻ്റെ ഏജൻറ്റ് വിളിച്ചു, മോനെ, അപ്രൂവൽ ആവാതിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്രൂവലായി, നമുക്ക് ഒക്ടോബർ 28-ാം തീയതി നമുക്ക് വിസയ്ക്ക് വെക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ അപ്രൂവലായി. അപ്പോൾ എല്ലാവരും അച്ഛയും അമ്മയും പറഞ്ഞു, ഇത് മാതാവ് തന്നു തന്നെയാണ്, നിനക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോയിക്കുമ്പം അവിടെ നിന്ന് ഒന്നും കൂടെ വിളിച്ചു, മോനെ, നമുക്ക് ഒക്ടോബർ 28 വരെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല, നമുക്കൊരു ഒക്ടോബർ 16-ാം തീയതി തന്നെ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യും. ഞാനിവിടെ പുതുക്കാൻ വന്നത് ഒക്ടോബർ 13-ാം തീയതിയാണ്. അന്ന് തന്നെ എനിക്ക് ഒക്ടോബർ 16-ാം തീയതി ബാംഗ്ലൂരിൽ എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം, എൻ്റെ അച്ഛൻ പോയിട്ടില്ല, ഞങ്ങൾ ആരും തന്നെ പോയിട്ടില്ല. എങ്ങനെ ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ബസ് ബുക്ക് ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യണമെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ചേച്ചി പറയാം, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ബുക്ക് ചെയ്ത് തരാം, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വന്ന പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. ആ ചേച്ചി എനിക്കും എൻ്റെ അച്ഛയ്ക്കും ബാംഗ്ലൂരിൽ പോകാനുള്ള പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തിരുന്നു. ആ ചേച്ചി എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ന് പോലും അറിയാത്ത, ഇത്രയും നാൾ ഞാൻ കാണാത്ത ചേച്ചിയെ എനിക്ക് എൻ്റെ മാതാവ് കൊണ്ടു തന്നാണ്. ആ ചേച്ചിയുടെ പേര് സുമി എന്നാണ്. ആ ചേച്ചിയുടെ കുടുംബത്തെ ഞാനിപ്പം ഓർക്കുകയാണ്, ഒത്തിരി നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിസയ്ക്ക് ചെന്നു, ബാംഗ്ലൂർ ചെന്നു. ഞാൻ പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ വിസയ്ക്ക് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു താമസിക്കാൻ ഒരു റൂമില്ല. ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാൾക്ക് 1500 രൂപയും 1800 രൂപയും ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അത് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ തപ്പി അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെ ഇങ്ങനെ റൂം കൊടുക്കുന്നുണ്ടായിരുന്നു, ഫാമിലിക്കായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ. എന്നിട്ട് ഞങ്ങൾ അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ച് നോക്കാം, അവരെന്താ പറയുന്നതെന്ന് നമുക്കറിയാലോ, ഒന്ന് ചോദിച്ച് നോക്കാൻ വേണ്ടി ഞാനും അച്ഛയും കൂടെ അവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പം ആ ചേട്ടൻ ഒരു കരിനീല ഒരു ബ്ലൂ കളർ ബനിയനും ഒരു ഷോർട്ട്സൊക്കെ ഇട്ട്, ഇങ്ങനെ പാൻറ്റ് പോലത്തെ ഒരു ഷോർട്ട്സൊക്കെ ഇട്ട് നിൽക്കുന്നു ആ ചേട്ടൻ. എന്നിട്ട് ആ ചേട്ടനോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് നാളെ VFSൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ബാംഗ്ലൂരിൽ, അപ്പോൾ അതിന് വേണ്ടി വന്നാൽ ഞാനും അച്ഛയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, 1000 രൂപ തന്നാൽ മതി, നിങ്ങൾ 1000 രൂപ തന്നാൽ നിങ്ങൾ 2 പേരും ഇവിടെ താമസിച്ചോ, നിങ്ങൾക്ക് ഇന്നത്തെ ഫുള്ള് ഭക്ഷണവും നാളെ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ VFSലോട്ട് പോയാൽ മതി എന്ന് ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അന്ന് സ്റ്റേ ചെയ്ത സമയത്ത് ഏജൻറ്റിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഞങ്ങൾ 16-ാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നതിലും 15-ാം തീയതി പോയ കൊച്ചിനെ അവിടെ കാറ്റഗറി മാറ്റി വെച്ചതിന് ഒത്തിരി നേരം പിടിച്ചു നിർത്തുകയും അപ്പോൾ എംബസിലോട്ട് കയറ്റാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ മാതാവേ, അവിടെ ഞാൻ തിരിയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ, വിസയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല ഞാൻ ചൊല്ലി. ഞാൻ ഏശയ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 3 വരെ തിരുവചനങ്ങൾ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും
ഇരുമ്പോടമ്പിൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിൻ്റെ ശേഖരം നിനക്ക് ഞാൻ നൽകുന്നു. ഈ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇത്രത്തോളം എൻ്റെ മാതാവ് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ എംബസി കയറും, ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ അവിടെ എംബസി ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എംബസിയിലോട്ട് കയറ്റി വിടുകയും എനിക്ക് വിസയ്ക്ക് വെക്കാൻ ടോക്കൺ നമ്പർ കിട്ടിയത് എനിക്ക് 7 ആയിരുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതെനിക്ക് എൻ്റെ മാതാവ് തന്ന അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി. അപ്പോൾ ഈ 7 എന്നുള്ളത് എനിക്ക് എൻ്റെ മാതാവ് തന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ അവരെന്നോട് ചോദിച്ചില്ല എന്തിനാണ് ജർമ്മനിക്ക് പോകുന്നതെന്നോ ഏത് കാറ്റഗറി ആണെന്നോ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യുന്നതെന്നോ ഒന്നും അവരെന്നോട് ചോദിച്ചില്ല. ഞാൻ 10:30 അപ്പോയിൻമെൻറ്റ് വെച്ച് എനിക്ക് സമയം എനിക്ക് 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാം വെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നിസ്സാര കാര്യത്തിന് വരെ വിസ റിജക്റ്റ് ആവുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. എൻ്റെ വിസ 15 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. 30 ദിവസമായി വന്നില്ല. എന്നിട്ട് ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു ഡിസംബർ 20-ാം തീയതി തൊട്ട് എംബസി ക്രിസ്മസ് അവധിക്ക് വേണ്ടി അടക്കിയാണ്, പിന്നെ ജനുവരി കഴിഞ്ഞേ തുറക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ കാവ്യ ഇനി ജനുവരി ആവും വിസ വരണമെങ്കിലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു 15,000 രൂപ തരുവാണെങ്കിൽ നമുക്ക് എംബസിയിലോട്ട് കൊടുക്കാം, അവിടെ അറിയാവുന്ന ഒരാളുണ്ട്, നമുക്കത് വെച്ച് നമുക്ക് പെട്ടെന്ന് വിസ എങ്ങനെയും ആക്കാമെന്ന് കുറേ പിള്ളേരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രത്തോളം എന്നെ എത്തിച്ചത് എൻ്റെ മാതാവാണ്. അമ്മ മാതാവ് തന്നെ എനിക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ വിസ എനിക്ക് വാങ്ങിച്ചു തരും. ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചനോട് ഞാൻ പറഞ്ഞു അച്ഛ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞ 15,000 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞേ, എന്താ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോയി. വിസ വന്നില്ല. ഓരോ ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ജനുവരി ആയിക്കഴിഞ്ഞാൽ എംപ്ലോയർ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാതാവേ? എനിക്ക് ഇത്രത്തോളം എത്തിച്ചത് നീയാന്ന് എനിക്ക് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണം, അതുകൊണ്ട് മാതാവേ നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വ്യാഴാഴ്ച അവിടുന്ന് ഡിസ്പാച്ച് ആയിരുന്നു വന്നു. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ എനിക്ക് എൻ്റെ വിസ കിട്ടി. എനിക്ക് ജർമ്മൻകാർ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞ് അവർ വ്യാഴാഴ്ചത്തിലോട്ട് പ്ലാൻ ചെയ്തെന്നാണ് എനിക്ക് ഇന്നലെ വന്ന മെസ്സേജ്. എനിക്ക് വിസ തന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യം തന്നെ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു തവണ എനിക്കൊരു ലംബ് പോലെ വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് ഇങ്ങനെ എന്ത് സാധനം എടുക്കുമ്പോഴെല്ലാം എനിക്കൊരു കട്ടുകഴപ്പായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വരും. വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതെന്ത് അസുഖമാണോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല, ഇതെന്തായാലും ഞാനൊരു ആശുപത്രിയിലും പോവുകയില്ല, ഇതും കൂടി എൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആശുപത്രിയിലും പോവില്ല, നീ തന്നെ എനിക്കിത് മാറ്റി തന്നാൽ മതി. ഞാൻ എന്നിവിടെ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വരുന്നോ അന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്ന ഒരു സിസ്റ്ററിനോട് ഞാൻ നേഴ്സാണ് പറഞ്ഞു, മോനെ ഇത് എത്രയും വേഗം നീ കൊണ്ടേ കാണിക്കണം, ഒന്നിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു സർജനെ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലായി. പക്ഷേ ഇപ്പം എനിക്കതില്ല, എങ്ങനെയാണോ ഒന്നും എനിക്കല്ല, മാതാവിൻ്റെ തൈലം തൂത്ത് മാത്രം മാതാവ് എനിക്കത് മാറ്റിത്തന്നു. ഇത്രത്തോളം എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു. എനിക്കൊരു അനീതിയുണ്ട് അംഗൻവാടി പഠിക്കുന്നത്. അപ്പോൾ അനീതി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ആദ്യം ഉണ്ടായിരുന്ന ജോലി അമ്മയ്ക്ക് പോയി. പിന്നെ അമ്മ ഓരോ വീടുകളിലായിരുന്നു ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ 4ാമതൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ അമ്മയ്ക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി, ഞാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനീതിനെ കൊണ്ട് പോകാൻ പറ്റുന്നൊരു ജോലി. കാരണം വീട്ടിലാരില്ല, അച്ഛമ്മയ്ക്കും വയ്യാത്താണ്. അപ്പം അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം കൊച്ചിനെയും കൊണ്ട് പോകാമെന്നും കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്ന പോലത്തെ ഒരു എല്ലാ കാര്യങ്ങളും കൊച്ചിൻ്റെ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ജോലി കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ അവിടുത്തെ വയ്യാത്ത പിള്ളേരെ നോക്കാൻ അമ്മയ്ക്ക് ജോലി കിട്ടി സ്ഥിരമായിട്ട്. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണേ പോലും അമ്മയുടെ കൊച്ചിനെ കൊടുത്തിട്ട് പോകാം, അമ്മയ്ക്ക് കൊച്ചിനെ അംഗൻവാടിയിൽ വിടാനും എല്ലാം പറ്റുന്ന പോലെ ഒരു ജോലി. അമ്മയ്ക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാണ് ആ ജോലി ചെയ്യുന്നതിൽ, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ. ഇത്രത്തോളം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുമായിരുന്നു. ഇവിടെ പത്രമാക്കാനൊക്കെ ഞാൻ കൂടുമായിരുന്നു. പത്രം മേടിച്ചിട്ട് അപ്പോൾ ഒരു തവണ ധ്യാനത്തിൽ ഞാൻ കേട്ടു, പെട്രോൾ പോലെ കത്തണമെങ്കിൽ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ച അമ്മയെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ എല്ലാ പത്രത്തിൻ്റെ മേളിലും അമ്മേ മാതാവേ
എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേന്ന് ഞാൻ എഴുതി കൊടുത്തു. അപ്പം പത്രം മേടിക്കുന്ന ഒരാളും അത് നോക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ പത്രത്തിലും ഞാൻ തന്നെ എഴുതി കൊടുക്കുമായിരുന്നു. ബസ് സ്റ്റോപ്പിലും ഓട്ടോ ചേട്ടന്മാർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ ഞാൻ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെയുള്ളൊരു മരിയസ്ഥാനത്തിൽ എല്ലാ ആഴ്ചയും തന്നെ അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും ഭക്ഷണം വാരി കൊടുക്കാനും ഒക്കെ ഞാൻ കൂടുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട് ഒരു കൃപാസന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് മാസത്തിൽ 2ാമത്തെ വെള്ളിയാഴ്ച 4ാമത്തെ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കും. ഞാൻ ഒരു 5 പൊതിച്ചോറെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെയൊക്കെ നേരെ കൈ നീട്ടുന്ന ആരെയും ഞാൻ വിഷമിപ്പിക്കാറില്ലായിരുന്നു. എല്ലാം ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞാലും മാതാവെ ഞാൻ ഉടമ്പടി തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. കാവ്യയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതും പരിശുദ്ധ അമ്മയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഉള്ളതിൻ്റെ ഒരു മോഡൽ സാക്ഷ്യമാണെന്ന് നമുക്ക് ഏറ്റുപറയാം. ഈശോ നത്താനിയേലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഈശോ നത്താനിയേലിന് നൽകുന്നുണ്ട്. ഈശോ പറഞ്ഞത് നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ഈശോ നൽകുന്നത്. നമ്മളെക്കുറിച്ച് ഈശോ നൽകുന്ന ഓരോ അപ്രൂവൽ പേപ്പർ നമുക്കിപ്പോൾ കൈപ്പറ്റേണ്ട സമയമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെ ഈ മകൾ വളരെ വിശ്വസ്തയോടുകൂടി അമ്മ മാതാവ് എനിക്കിത് പ്രാപിച്ചു തരുമെന്നുള്ളതിൻ്റെ ഉറപ്പോടുകൂടിയുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാവ്യയുടെ ഈ ഉടമ്പടി ജീവിതം. ഇവിടെ നിന്ന് പോയാലും ഞാൻ വളരെ കൃത്യമായി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും, ഉടമ്പടിയിൽ ഞാൻ ആയിരിക്കും, ഞാൻ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കും. ഈ മകൾക്ക് പറയാൻ ഉണ്ടായിരുന്നത് B2 എക്സാമിന് 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോഴാണ് വളരെ സങ്കടത്തോടുകൂടി ഇവിടെ വന്ന് അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മ ഉടമ്പടിയിലാണ്. മകളോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ B2 പാസ്സാകാൻ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചു കൊടുത്തു. ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഒരുപാട് ഹേഡിൽസ് ഈ മകൾക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു. മകൾ തന്നെ കാവ്യ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാനൊരു 0 പോയിന്റിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഉടമ്പടി എടുത്ത് എനിക്ക് എങ്ങോട്ട് തിരിയണമെന്ന് എന്ത് ചെയ്യണമെന്നോ അറിവില്ലാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഓരോ അവസ്ഥയിലും ഓരോരുത്തരെ പരിശുദ്ധ അമ്മ ദൂതനെ പോലെ ഈ മകളുടെ അടുത്തേക്ക് വിടുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കും ബാംഗ്ലൂരിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഓരോരുത്തർ ഈ മകൾക്ക് ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും ഒരു സ്വർഗ്ഗദൂതനെ പോലെ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ സഞ്ചരിച്ച ഒരു വലിയ സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സാമിൻ്റെ ഡിസ്കഷൻ പേപ്പർ സെഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ കാര്യമാണ്, മാതാവ് തന്നെ ഈ മകൾക്ക് വേണ്ടി വാദിക്കുകയാണ്. സ്റ്റോപ്പ് ദി എക്സാം എന്ന് ഈ എക്സാമിനറിന് പറയേണ്ട ഒരവസ്ഥ. കാരണം മാതാവ് തന്നെ പഠിപ്പിച്ച പറഞ്ഞുകൊടുത്ത ഒരു ഡിസ്കഷൻ സെഷനായിരുന്നു അത്. കാരണം പോസിറ്റീവ് വശം സംസാരിക്കേണ്ടിയിരുന്ന കാവ്യയ്ക്ക് അത് തന്നെ മകളെ വളരെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനായിട്ട് പരിശുദ്ധ അമ്മ അവളെ സഹായിച്ചു എന്ന് ഏറ്റുപറയുന്നു. 100 മേനി കൊയ്തെടുത്ത ഒരു സാക്ഷ്യമെന്ന് പറയും. ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നുണ്ട് 30, 60, 100 മേനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോ മാത്രം മതി, നീ എനിക്ക് ഇത് തന്നാൽ മതി, നീ അല്ലാതെ. ഇപ്പോൾ പൗലോസിനോട് പറയുന്നത് പോലെ പൗലോസ് ലിഹ പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം, എൻ്റെ ജീവിതത്തിലെ ബലഹീനത എടുത്തു മാറ്റണമേ, ഈ മുള്ള് നീ എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ്. കാവ്യയ്ക്ക് ലഭിച്ചത് വലിയ ഒരു കൃപയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനും ഈശോയുടെ അനുഗ്രഹം എപ്പോഴും പ്രാപിക്കാനുള്ള വലിയ കൃപയാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ബ്രെഡാണ്. ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് തൃപ്തിപ്പെടുന്നു. കൃപയും അഭിഷേകവും വ്യത്യാസമാണ്. നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് കടക്കാനുള്ള ഒരു പടി ഉടമ്പടിയിലൂടെ നാം പോകണമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടി ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്. മാർച്ച് 25 ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്താ ദിനത്തിലെ ഈ മകൾക്ക് ലഭിച്ച ഒരു വലിയ സമ്മാനമുണ്ട്. ഇൻ്റർവ്യൂ മെസ്സേജ് വന്നത്. അവിടെ നിന്ന് മകൾക്ക് മനസ്സിലായത് വളരെ ഇമോഷണലി ഒരു പേഴ്സണൽ ഇൻറ്റിമസി പരിശുദ്ധ അമ്മയോടും ഈശോയോടും വന്നതായി മകൾ ഏറ്റുപറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അമ്മയോട് അനുവാദം ചോദിക്കാനും കരയാനും സന്തോഷിപ്പിക്കാനും എല്ലാം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഒരു വലിയ ഒരു സ്വഭാവത്തിലേക്ക് കാവ്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്തിച്ചേർന്നിരിക്കുകയാണ്.
നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. നമ്മളറിയാതെ തന്നെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന വചനം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് കാവ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം വളരെ സ്ഫുടമായി പ്രഖ്യാപിക്കുവാനുള്ള ഒരു കൃപ ഈ മകൾക്ക്, ഈ ഉടമ്പടി ജീവിതത്തിൽ ഒരു ക്രൈസ്തവായ മകൾക്ക് ഈശോ നൽകിയിരിക്കുകയാണ്. നമുക്കെപ്പോഴും വചനത്തിൽ ജീവിക്കാം. അതുപോലെ തന്നെ അമ്മയ്ക്കുള്ള ഒരു ജോലിയെക്കുറിച്ച് ഈ മകൾ പറയുന്നുണ്ടായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അമ്മയ്ക്ക് ഒരു സ്ഥിര ജോലിയും, അതുപോലെ തന്നെ കാവ്യയുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന ലംബ് ഈശോ മരുന്നൊന്നും കൂടാതെ സൗഖ്യപ്പെടുത്തുകയും തൻ്റെ എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഒരു സാക്ഷ്യമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വിദേശങ്ങളിലേക്ക് പോകുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിസ തടസ്സമുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിയോ, വൈഫിൻ്റെ പേര് ഷൈല. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലായി 30 വർഷത്തോളമായി. അവിടെ ഒരു ട്രഷറിയിലെ സീനിയറായിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു 30 വർഷമായിട്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. 2011 എന്നെ ഒരു ആക്ടിംഗ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആക്ടിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒഫീഷ്യൽസ് 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിംഗ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത്. പിന്നീട് അത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു. അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുകയുണ്ടായി. 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ആ സമയത്തെല്ലാം ഞങ്ങൾ 2019 ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അപ്പോൾ അവരെന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതി കേസായി മാറുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു. ആദ്യമായിട്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും 10 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫെബ്രുവരി 2023 എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ മീനിങ് ആയിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് 2023 ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർന്നു. ഞാൻ മെൻ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു. ഓഗസ്റ്റ് 23 27 ഞാനിവിടെ വരികയും 5 ദിവസത്തെ ലീവിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി പുതിയ വക്കീൽമാരെ വെച്ചു. അങ്ങനെ ആ കേസ് അവസാനം 2025 കേസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ഈശോ എന്നോട് പറഞ്ഞു, ജിയോ,
ഓപ്പൺ ഫിലിപ്പ് 2:15. എനിക്ക് ഫിലിപ്പ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല, എനിക്കതിലത്തെ വചനങ്ങളും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയുണ്ടായി, ഫിലിപ്പ് 2:15 പറയുന്നു, അതിലെന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ, അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ, ഇവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതാണ് എനിക്ക് കിട്ടിയ വചനം. ആ വചനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 24 ഒക്ടോബർ 2025 ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ പോൾ, അവിടെ എന്നെ അങ്ങനെ വിളിക്കുക, മിസ്റ്റർ പോൾ, എല്ലാ കേസുകളും നിന്നെ വിമോചിച്ചിരിക്കുന്നു, നീ കുറ്റക്കാരനല്ല ഒന്നിലും. അങ്ങനെ എന്നെ കോടതി വെറുതെ വിടുകയും ദൈവത്തിന് അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മറിയൻ ഷ്രൈൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവിടുത്തുകാരാണ്, കൂടുതലും ബ്ലാക്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഉടമ്പടിയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയറും ഈ പേപ്പർ കൊടുത്ത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ച്. പക്ഷെ അതിനുള്ള ഒരു പ്രയാസം, അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം മലയാളത്തിലായതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും ഞാൻ കേൾക്കുകയും അതിലുള്ള എല്ലാ വചനങ്ങളും ഇംഗ്ലീഷിലാക്കി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ എഴുതി ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട്. ധ്യാനം കേൾക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 200 പേർക്കെങ്കിലും ദൈവവചനം ഞാൻ എത്തിക്കും ഓൺലൈനിൽ കൂടി ഇംഗ്ലീഷിൽ. ഇതാണ് കൂടുതലായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത്. കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞാനും ശൈലിയും കൂടി 25 പാവപ്പെട്ട ഫാമിലിക്ക് ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് വാങ്ങിച്ച് എല്ലാ മാസവും കൊടുക്കും. അങ്ങനെ പിന്നെ ചെറിയ പാവപ്പെട്ട ആര് സഹായം ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യും. ആ രീതിയിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. എന്നെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ശുണ്ടിക്കുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ശുണ്ടിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റായിട്ട് പോയി. ആർക്ക് വേണമെങ്കിൽ ഞാൻ ചീത്ത പറയാം, ഒരു കുഴപ്പമില്ല. അത് മുഴുവൻ ഈശോയുടെ നാമത്തിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അത് ആ ഉത്തേജനം കിട്ടിയത് ഫാദർ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. എന്ത് ചെയ്താലും നന്ദി, താങ്ക്സ് പറയുക. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ്ഫുള്ളാണ്. ഈസ് വർക്കിംഗ് വെരി വെൽ. പിന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയും അഖണ്ഡ ജപമാല ചെല്ലും. എല്ലാ ദിവസവും സമ്പൂർണ്ണ 4 റോസറീസ് വെച്ച് എല്ലാ ദിവസവും ചെല്ലും. പിന്നെ മറ്റു പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കേസ് പോകാൻ കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടൽ കാരണം മാത്രമാണ് ഈ കേസ് എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷൈല. ഞാൻ ഈ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആ കേസിൽ ഹസ്ബൻഡായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഞങ്ങളും മക്കളും ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കേസിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. മാതാവിനെ ഞാൻ 3-4 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ ഈ കേസിൻ്റെ വിധി പറയണതിൻ്റെ തലേന്ന് രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിൽ ഞാൻ ആക്ച്വലി കാണുന്നത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ മമ്മി മരിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കാണുന്നത് മമ്മീനെയാണ്. ഞാനൊരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ മമ്മി മുറിയിൽ കയറി വരും. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി എങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നേ? ഞാൻ മുറിയൊക്കെ പൂട്ടി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അത് നീ പൂട്ടിയാലും ഞാൻ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞു. ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മിയല്ലായിരുന്നു, മാതാവായിരുന്നു എന്ന്. കാരണം തലയിൽ കൂടി തുണിയെല്ലാം ഇട്ട് ഗ്രേ കളറിലെ ഉടുപ്പിട്ട ഒരമ്മയാണ് ഞാൻ കണ്ടിരുന്നത് സ്വപ്നത്തിൽ. അതിൽ ഞാൻ സംസാരിച്ചത് എൻ്റെ മമ്മിയോട് സംസാരിക്കണ പോലെയാണ്. പക്ഷെ ഉണർന്നപ്പോൾ അത് അമ്മയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു
ഈ കേസ് ഒരു വിജയമാകുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. അക്രൈസ്തവരായ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ മോന് 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമ്മ ഹിന്ദുസാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവിൽ വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കാൻ? അങ്ങനെയെങ്കിൽ കൃപാസനത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവരെന്നും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ അവരുടെ മരുമകൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു മോളെ കിട്ടുകയും ചെയ്തു. അതുപോലെ വേറൊരു അക്രൈസ്തവ എൻ്റെ കൊളീഗായിരുന്നു, അവർക്കും 2ാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവ് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ സ്വാഗതം ചെയ്തതെന്ന് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകി, അങ്ങനെ ചെറുതും വലുതുമായ എല്ലായിടത്തും ഞങ്ങൾ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ജിയോ കോർട്ടിൽ പോകുമ്പോൾ കോർട്ടിൽ എന്ന് പോയാലും ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ്. എല്ലാ കാര്യങ്ങളും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി. റോമ 8:33-34 തിരുവചനങ്ങൾ. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ജിയോ പോൾ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുടുംബത്തിൽ വന്ന വലിയൊരു പ്രതിസന്ധിക്ക് കൂടെ ആരുമില്ലാതിരുന്നപ്പോൾ ഉടമ്പടി എടുത്ത് പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണയിൽ അത്ഭുതകരമായി ലഭിച്ച വിടുതലിനെയും ആ കുടുംബം സമാധാനത്തിലും സ്വസ്ഥതയിലും മറ്റുള്ളവർക്ക് വിശ്വാസ വെളിച്ചം നൽകുവാൻ തക്കവിധം കുടുംബത്തെ ഉയർത്തിയതിനുമുള്ള നന്ദിയും സന്തോഷവുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ അക്കൗണ്ട് ജനറൽ എന്ന ഉന്നതമായൊരു പോസ്റ്റിൽ സഹോദരൻ സേവനം ചെയ്യുമ്പോഴാണ് പറയപ്പെടുന്ന കേസ് ഉണ്ടാവുന്നതും ആ കേസിൽ ഒത്തിരി എക്സ്പ്ലനേഷൻസും അത് കുറ്റം ആരോപിക്കപ്പെട്ടും മുന്നോട്ട് പോകുന്ന ആകെ തകരുന്നൊരു സാഹചര്യത്തിലാണ് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, തനിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ തന്നെ തനിക്കെതിരായി നിലകൊള്ളുന്നത് പോലെയൊക്കെ അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് അഭിഭാഷകയായ അമ്മ, മാധ്യസ്ഥം വഹിക്കുന്ന അമ്മ തിരുക്കുമാരൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ഫയൽ, ഞങ്ങളുടെ നിയോഗം സമർപ്പിക്കുകയും ജോസഫച്ചൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കൈവപ്പ് ശുശ്രൂഷയുടെ ഫലത്താലും തിരികെ ചെല്ലുമ്പോൾ വക്കീലന്മാർ മാറുന്നു, പുതിയവർ വരുന്നു, കുറേ കൂടി കേസ് നീതിക്കും ന്യായത്തിനും ചേർന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നു. ഓരോ തവണയും ഉടമ്പടി ഉപ്പ് കോടതിയിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിൻ്റെ ഉടമസ്ഥതയിലേക്ക് അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സ് കൊടുത്തുകൊണ്ട് ആ കേസിൽ ആദ്യാവസാനം പങ്കുചേരുമ്പോൾ ദൈവവചനം നൽകിക്കൊണ്ടാണ് ഈ കുടുംബത്തെ ഞാൻ നിങ്ങളെ കരബലത്തോടെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും, ഞാൻ നിങ്ങളെ മറ്റുള്ളവർക്ക് വെളിച്ചമായി വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി നിലനിർത്തും എന്ന രീതിയിൽ ഈശോ സന്ദേശങ്ങൾ നൽകി സഹായിക്കുന്നത്. അത് സഹോദരൻ പറഞ്ഞു, 2 വചനങ്ങളാണ് ആദ്യം കൊടുത്തത്. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും. 2ാമത്തെ വചനം കൊടുക്കുമ്പോൾ അത് ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും തീവ്രമായ നാളുകളിലൂടെ പോകുമ്പോഴാണ് ഇത് നിങ്ങളെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി തീർക്കും എന്ന സന്ദേശവും കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്കെപ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമ്മ മാതാവിലൂടെ സന്ദേശങ്ങൾ കൈമാറുവാൻ നമുക്കെപ്പോഴും അത് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവികമായ ഇടപെടലുകൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. അത് ചില വ്യക്തികളുടെ ഇടപെടലുകളാവും, ചില ദോഷകരമായ സാഹചര്യങ്ങൾ മാറിപ്പോകുന്നതാവും, ചില സന്ദേശങ്ങൾ വ്യക്തികളിലൂടെയോ സ്വപ്നത്തിലൂടെയോ അത് വചനത്തിലൂടെയോ നമുക്ക് കൈമാറുന്നതാവും, സാഹചര്യങ്ങളിലുള്ള ചില പ്രത്യേകതകൾ
അത് മാറിപ്പോയി ദൈവം തന്നെ നീതി നടത്തുന്ന വിധത്തിൽ നമുക്ക് മുഴുവനും എതിരായി നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ കാര്യങ്ങൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് നമുക്ക് അനുകൂലമായി വരുന്നതാവും. സഹോദരൻ അതാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സ്വയമേവ ഒന്നും ചെയ്യുവാനാകാത്തപ്പോൾ തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും അത് പുറത്ത് കോടതിയിലത് പരിഗണനയ്ക്കും മറ്റുള്ളവരത് ഉപയോഗിക്കുന്ന രീതിയിലുമൊക്കെ താൻ അറിയാതെ നടക്കുമ്പോഴും തനിക്ക് വേണ്ടി കോട്ടയൊരുക്കിയത്, കാവലൊരുക്കിയത്, അങ്കിക്കുള്ളിൽ തന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചത് ഉടമ്പടി മാതാവ് മാത്രമാണെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ആ സഹോദരൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നാം വളരെ ശ്രദ്ധിക്കുന്നത്. കാരണം സഹോദരൻ പറയുന്നുണ്ട്, എന്നോടൊപ്പം അവിടെയുള്ള തദ്ദേശീയരായ വ്യക്തികളാണ് അമ്മ മാതാവിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ ധ്യാനം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ആഴ്ചയിലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. 100-200 പേർക്ക് കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും പങ്കുവെച്ച് കൊടുക്കും. 25 കുടുംബങ്ങൾക്ക് ഓരോ മാസത്തിനുമുള്ള ആഹാരം ഞങ്ങളത് ചെയ്തു കൊടുക്കും. കാരണം എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികളാവട്ടെ, വിശ്വാസത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാവട്ടെ, എന്ത് ചെയ്താലും അതെൻ്റെ തന്നെ ജീവിതത്തിന് ഞാനിന്ന് കടന്നു പോകുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരവും ദൈവിക ഇടപെടലുകൾ വേഗത്തിലാക്കുന്നതിന് കാരണവുമാകുമെന്ന് ഉറപ്പുണ്ടെന്ന് ഈ സഹോദരൻ വളരെ നിർമ്മലമായി, വളരെ നിസ്വാർത്ഥതയോടുകൂടി അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തെ പുനഃക്രമീകരിച്ചുകൊണ്ട് സഹോദരങ്ങൾക്കും ദൈവത്തിനും വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ നന്മ ചെയ്യുവാൻ നിരന്തരം ശ്രദ്ധിച്ചതാണ് വളരെ കുരുക്കായിത്തീർന്നൊരു കേസിൽ നിന്നും വളരെ എളുപ്പത്തിലും നന്നായും യാതൊരു ക്ലേശങ്ങളുമില്ലാതെ വിടുതൽ നേടുന്നതിന് കാരണമായതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിത വിഷയം എന്തു തന്നെയാവട്ടെ, എത്രമേൽ സങ്കീർണമാവട്ടെ, പരിഹരിക്കുവാൻ ആരുമില്ല എന്ന രീതിയിൽ നാം തന്നെ ക്ലേശിക്കുന്നവരാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ, ശക്തമായ മധ്യസ്ഥത്തിലൂടെ കൂടെ നിന്ന് അഭിഭാഷകയായിക്കൊണ്ട് നമുക്ക് വേണ്ടത് നന്മയായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിച്ചു തരും, ജീവിതത്തെ ശുഭകരമാക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം